വേണാട് രാജകുടുംബത്തിലെ ഉമയമ്മ റാണി പണികഴിപ്പിച്ച 17-ാം നൂറ്റാണ്ടിലെ കോയിക്കൽ കൊട്ടാരം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 18 കിലോമീറ്റർ അകലെയാണ്. പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ രാജകുടുംബത്തിലെ ഒരു ശാഖയായ പേരകത്താർ വഴി ഭരണാധികാരിയുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഇത്. ഇപ്പോൾ ഒരു സംരക്ഷിത സ്മാരകം. പൊന്മുടിയിലെ പ്രാചീനമായ ഹിൽ സ്റ്റേഷനിലേക്കുള്ള വഴിയിലുള്ള കൊട്ടാരം ഒരു ഇരട്ട നിലകളുള്ള പരമ്പരാഗത നാലുകെട്ടാണ്. ചരിഞ്ഞ മേൽക്കൂരകളും അകത്തെ നടുമുറ്റവുമാണ്. നിലവിൽ കൊട്ടാരം അതിന്റെ പരമ്പരാഗത വാസ്തുവിദ്യാ സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. പുരാവസ്തു വകുപ്പ് സ്ഥാപിച്ച ഫോക്ലോർ, ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയങ്ങൾ. 1992-ൽ കോയിക്കൽ കൊട്ടാരത്തിൽ സ്ഥാപിച്ച ഫോക്ലോർ മ്യൂസിയം ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തേതാണ്. കൊട്ടാരത്തിന്റെ 1-ാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ വിചിത്രമായ സംഗീതോപകരണങ്ങൾ, തൊഴിൽ ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ, നാടൻ കലകളുടെ മാതൃകകൾ എന്നിവയുടെ രസകരമായ ഒരു പ്രദർശനമുണ്ട്. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നത് ചന്ദ്രവലയം പോലെയുള്ള ചില പ്രദർശനങ്ങളാണ്. അത്തരം കേരളത്തിലെ മറ്റൊരു മ്യൂസിയത്തിലും കാണുന്നില്ല. ബാലാട് രാമകഥപാട്ട്, ശ്രീരാമന്റെ കഥ വായിക്കുമ്പോൾ ഒരു ചെറിയ താളവാദ്യം ഉപയോഗിക്കുന്നു. ഒപ്പം ഓണപ്പാട്ടും നന്ദുണിപ്പാട്ടും പാടുമ്പോൾ ഉപയോഗിക്കുന്ന മരവും ചരടും കൊണ്ട് നിർമ്മിച്ച മധുരമുള്ള ശബ്ദമുള്ള സംഗീതോപകരണമായ നന്ദുണി ഓണം, കേരളത്തിന്റെ വിളവെടുപ്പുത്സവം. താളിയോല, പഴയ താളിയോല കൈയെഴുത്തു പ്രതികൾ, ഉമയമ്മ റാണി ഉപയോഗിച്ചിരുന്ന ചിലമ്പ്, ഒരു തരം കണങ്കാൽ, മറവൂരി, മരത്തിന്റെ പുറംതൊലി കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ മുതലായവ ഫോക്ലോർ മ്യൂസിയത്തിലെ മറ്റ് രസകരമായ പ്രദർശനങ്ങളാണ്. യോഗികൾ ഒരു വിനോദമായി ഉപയോഗിക്കുന്ന ബൗദ്ധിക വ്യായാമത്തിനുള്ള ഉപകരണമാണ് ഊരക്കുടുക്ക. ഗജലക്ഷ്മി, സമൃദ്ധിയുടെ ദേവതയായ ലക്ഷ്മിയെ പ്രതിനിധീകരിക്കുന്ന വിളക്ക്, അവളുടെ ആനപ്പുറത്ത് ഇരിക്കുന്നു. ഫോക്ലോർ മ്യൂസിയത്തിലെ സന്ദർശകരെ ആകർഷിക്കുന്ന മറ്റ് പ്രദർശനങ്ങളാണ് കെട്ടുവിളക്ക്, ആചാരപരമായ വിളക്ക്. ഫോക്ലോർ മ്യൂസിയം സന്ദർശിക്കുന്നവർ കേരളത്തിലെ പ്രകടനത്തിന്റെയും അനുഷ്ഠാന കലാരൂപങ്ങളുടെയും അടയാളങ്ങളും കാണും. മുത്തപ്പൻ തെയ്യത്തിന്റെ ആകർഷകമായ മാതൃക, പടയണി കോലത്തിന്റെ മാതൃകയും ഓട്ടൻതുള്ളൽ കലാകാരന്മാർ ഉപയോഗിക്കുന്ന ശിരോവസ്ത്രവും വസ്ത്രവും അവയിൽ ചിലതാണ്. കോയിക്കൽ കൊട്ടാരത്തിലെ നാണയശാസ്ത്ര മ്യൂസിയത്തിൽ പുരാതന നാണയങ്ങളുടെ വിപുലമായ ശേഖരമുണ്ട്. കൊട്ടാരത്തിന്റെ താഴത്തെ നിലയിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം കേരളത്തിലെ ഇത്തരത്തിലുള്ള ഒന്നാണ്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന നാണയങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളതും വ്യത്യസ്ത കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നതുമാണ്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചില നാണയങ്ങൾ അപൂർവവും ചരിത്രപരമായി വിലപ്പെട്ടതുമാണ്. അവർ കേരളത്തെ അതിന്റെ അതിരുകൾക്കപ്പുറമുള്ള രാജ്യങ്ങളുമായി ഒരുകാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച വ്യാപാര കാലഘട്ടവുമായി ബന്ധിപ്പിക്കുന്നു. നാണയശാസ്ത്ര മ്യൂസിയത്തിൽ കേരളത്തിലെ ഏറ്റവും പഴയ നാണയങ്ങളിൽ ചിലത് ഒറ്റപുത്തൻ, ഇരട്ടപുത്തൻ, കലിയുഗരായൻ പണം എന്നിവയാണ്. യേശുക്രിസ്തുവിന് സമ്മാനിച്ചതായി കരുതപ്പെടുന്ന അമൈദ എന്ന വെനീഷ്യൻ നാണയവും ഈ മ്യൂസിയത്തിന്റെ സ്വത്താണ്. ഏകദേശം 2500 വർഷം പഴക്കമുള്ള ഇന്ത്യൻ നാണയങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയമായ റാസിയും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 15-17 നൂറ്റാണ്ടുകളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന തിരുവിതാംകൂറിലെ ആദ്യത്തെ ആധുനിക സ്വർണ്ണ നാണയമായ അനന്തരയൻ പണം, കേരളത്തിൽ നിന്നുള്ള മറ്റ് ചില നാണയങ്ങൾ മ്യൂസിയത്തിലെ ശേഖരത്തിന്റെ ഭാഗമാണ്. കൊച്ചി പുത്തൻ, കൊച്ചി രാജ്യത്തിന്റെ നാണയങ്ങളിൽ ഒന്ന്. ലക്ഷ്മി വരാഹം, തിരുവിതാംകൂറിൽ അച്ചടിച്ച വെള്ളി നാണയങ്ങൾ. റാസി പാലക, നാണയ ബോർഡ്, ചെറിയ നാണയങ്ങൾ എണ്ണുന്നതിനുള്ള ചെറിയ ഇടങ്ങളുള്ള ഒരു തടി ബോർഡും ഒരു സമയം 100 മുതൽ 200 വരെ നാണയ തുളസികളും മ്യൂസിയത്തിൽ നന്നായി സൂക്ഷിച്ചിരിക്കുന്നു. ശുക്രൻ, ഹെർക്കുലീസ്, ചൊവ്വ തുടങ്ങിയ റോമൻ ദൈവങ്ങളെയും ദേവതകളെയും ചിത്രീകരിക്കുന്ന ഏകദേശം 374 റോമൻ സ്വർണ്ണ നാണയങ്ങളും ഹാർഡിനെപ്പോലുള്ള ഭരണാധികാരികളും AD 117 മുതൽ 138 വരെ മ്യൂസിയത്തിലെ നാണയ ശേഖരണത്തിന്റെ ഹൈലൈറ്റുകളാണ്. ഗ്വാളിയോർ രാജകുടുംബം, ഹൈദരാബാദ് നിസാം, ടിപ്പു സുൽത്താൻ, ഹൈദരാലി തുടങ്ങിയ ഇന്ത്യൻ രാജവംശങ്ങൾ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുവിദ്യയും ചരിത്രപരമായ വശങ്ങളും മനസ്സിലാക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അനുയോജ്യമായ സ്ഥലമാണ് കോയിക്കൽ കൊട്ടാരം. കൊട്ടാരം സന്ദർശിക്കുന്ന സമയം തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ പകൽ 9 മണി മുതൽ വൈകുന്നേരം പുലർച്ചെ 5 മണി വരെ. അവിടെ എത്തുന്നത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ, ഏകദേശം 18 കി. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, ഏകദേശം 24 കി.